ക്ലാസ് പുറത്തു നിന്ന് കേട്ട് ഇത് സാറ് പറഞ്ഞാൽ വളരെ നന്നായിരിക്കണം, ഗീത നാളെ തൊട്ട് 10ാം ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കണം എന്നും പറഞ്ഞ് വന്ന ഉടനെ എനിക്ക് 10ാം ക്ലാസ് തന്നു. എനിക്ക് ഭയങ്കര അത് ഭയങ്കര സന്തോഷമുള്ള സമയം എന്തായാലും. അതാണ് എനിക്ക് അവിടെ ഓർമ്മിക്കുമ്പോൾ ഞാൻ ആദ്യം ഓർമ്മിക്കുന്നത് അതാണ്. സാറ് പുറത്തുനിന്ന് ക്ലാസ് കേട്ടിട്ട് പറഞ്ഞു നാളെ തൊട്ട്. ഞാൻ എൻ്റെ ചേച്ചിയുടെ ഒരു മോനും കൊണ്ടാണ് വന്നത്. അപ്പോൾ അവൻ എന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് വന്നത് അവിടെ ഒന്നും കിട്ടൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ശരിക്കും അവിടെ നോക്കി പറയുമ്പോൾ ഓർമ്മ വന്നത് എനിക്ക് അതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. നല്ലതല്ലേ, എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച എൻ്റെ കുട്ടികൾ ഇങ്ങനെ വന്ന് എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഒരു കാണിക്കുന്ന പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അല്ല, നിങ്ങൾക്ക് തോന്നിയതൊരു ഭയങ്കര സംഭവം. നിങ്ങൾ ഇത്രയും പേര് എങ്ങനെ ഒന്നിച്ചു തന്നത്, നല്ല നിലയിലെത്തിയെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇത് കണ്ടപ്പം തന്നെ മനസ്സിലായി എല്ലാവരും നല്ല പൊസിഷനിലെത്തിയെന്നുള്ളത്. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ളവരും അതുപോലെ എത്തിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരും ഒരിക്കൽ കൂടെ ഒന്നിച്ച് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങൾ 20 വർഷത്തിന് ശേഷം പ്രവീണും ബോബിയെയും കണ്ടു. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ ഒരുപാട് സന്തോഷം പങ്കുവച്ചു. ഞങ്ങളുടെ ഇത്രയും വർഷത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ദുബായ് ഗ്രാൻഡ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്. ഞങ്ങൾ ഇത്രയും വർഷം നടന്ന വഴികളും ഞങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളും അല്ലെങ്കിൽ ഞങ്ങൾ വന്ന കഷ്ടപ്പെട്ട ഇതുവരെ ആയ ജോലി ചെയ്ത രീതികളും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായിട്ട് പങ്കുവച്ചു. കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞു, ഞങ്ങളുടെ കൂടെ പഠിച്ച ആൾക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളെല്ലാം അവിടെ ഒത്തുചേരുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഒപ്പം ഉണ്ടാവണത്തിലൊരു വലിയ വിഷമം നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റാത്തതിൽ. പക്ഷേ സന്തോഷം, ഇങ്ങനെയെങ്കിലും നിങ്ങളെ അടുത്ത് എത്താനും നിങ്ങൾ നമ്മുടെ മെസ്സേജ് എത്തിക്കാനും കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയറും ന്യൂ ഇയർ വിഷസും എല്ലാം ചെയ്യുന്നു. 10-20 വർഷത്തിന് ശേഷം എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. 2015 എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താ പറയുക, ശ്രീകാന്ത് വല്ലപ്രാടിയെ ഒന്ന് വാട്സപ്പിൽ വന്ന് നമ്മളോട് സംസാരിക്കൂ പ്ലീസ്. ശബ്ദം കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. നമുക്ക് കേൾക്കാനേ പറ്റും, കാണാൻ കഴിയില്ലല്ലോ, കാണാനാ കിട്ടുന്നില്ല. ഒന്ന് സംസാരിക്കാനെങ്കിലും ശ്രീകാന്തം നാട്ടിലുള്ള എല്ലാവരും ശ്രമിക്കുക. ഞങ്ങൾക്ക് ശബ്ദം കേൾക്കാനേ പറ്റത്തുള്ളൂ, കാണാനും പറ്റത്തുള്ളൂ. നമ്മുടെ ഒരുമിച്ച് കൂടാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിനു മുമ്പൊക്കെ ഇങ്ങനെ കൂടാനുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ഇപ്പോഴാണ് അതൊരു പറ്റിയത്. പിന്നെ സ്കൂൾ ജീവിതത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് തമാശകളുണ്ട്. പിന്നെ പെട്ടെന്നൊക്കെ ഓർമ്മ വരുന്നത് അടികിട്ടിയ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. പിന്നെ ചിറോസമായിട്ട് നമ്മളൊരു ഗുരുവാ സാറിനെ ചിരിപ്പിച്ചൊരു കോമഡിയുണ്ട്. നമ്മൾ പള്ളിയിൽ പോയിട്ട് സാധാരണ നമ്മൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ആ ഒരു പീരീഡ് നമ്മൾ കയറാറില്ല. മിക്കവാറും കാണ്ടൻ സാറിൻ്റെ ആയിരിക്കും, നമ്മളെ സുശീൽ സാറിൻ്റെ. അപ്പോൾ നമ്മൾ വന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് ഷെമീൻ്റെ വീട്ടിൽ കയറിയിട്ട് അവിടെ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ച് ഭയങ്കര സന്തോഷം. അപ്പോൾ ഗുരുവാ സാറ് താഴെ നിന്ന് കയറി വന്നപ്പോൾ ചിരി കേട്ടോണ്ട് പുള്ളിക്കാർ അത് ഗേറ്റ് കയറി വന്നപ്പോൾ ഞാനിങ്ങനെ നോക്കിയതും പുള്ളി എന്നിങ്ങനെ കണ്ടു അങ്ങ് പാടാന്ന് പറഞ്ഞു. അപ്പോൾ അടി ഉറപ്പായി. എന്തിനാണ് വിളിച്ചതെന്ന് അറിയാൻ വയ്യ. അപ്പോൾ നേരെ എല്ലാവരും ജാഥയായിട്ട് നേരെ സാറിൻ്റെ അടുത്ത് സാറ് കമ്പക്കായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് ഓഫീസിൽ എത്തി. ചെന്ന് പറഞ്ഞാൽ സാർ നമ്മൾ പള്ളിയിൽ പോയതാണ്, എന്നിട്ട് വെള്ളം കുടിക്കാൻ കയറിയതാണ്. അങ്ങനെ പുള്ളി ഇതാണ്. അപ്പോൾ ഷിറോസ് പറഞ്ഞ് സാർ നമ്മൾ ഡെയിലി വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നു പറഞ്ഞു. അപ്പോൾ സാറൊക്കെ ചിരിച്ചു പോയി, ഇത് പോകാൻ പറഞ്ഞു. അങ്ങനെ അത് രക്ഷപ്പെട്ടു. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റാണി ടീച്ചറാണെന്ന് തോന്നുന്നു മാത്സ് ക്ലാസ്സിൽ. നമ്മൾ കൂടെ ഇരുന്ന സമീറിനൊരു പണി കൊടുത്തതാണ്. അന്ന് വിഷു പറഞ്ഞിട്ട് എല്ലാവരും ഇരിക്കാൻ നേരത്തെ വെറുതെ ബെഞ്ചൊക്കെ ചവിട്ടി മാറ്റി. എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ നിന്ന് സമീർ ഇരുന്ന് വീഴുകയും ചെയ്തു. ടീച്ചറിൻ്റെ മനസ്സിലെ നമ്മൾ തള്ളിയിട്ടാണ്. അങ്ങനെ ടീച്ചർ വന്നപ്പോഴത്തേക്ക് സമീർ തന്നെ പറഞ്ഞാൽ അത് എൻ്റെ കാല് തെറ്റി വീണാണ് പറഞ്ഞാൽ അന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലാസ്സിൽ ക്രിക്കറ്റ്, അതായത് ഒരു ടീച്ചർ വന്ന് പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് ആണെങ്കിലും ടീച്ചർ അങ്ങ് ഇറങ്ങുമ്പോഴേ ഇവിടെ ബാറ്റും ഇവിടെ ഇതൊക്കെ സ്റ്റമ്പൊക്കെ വരച്ചിട്ടുണ്ട്. മടലെൻ്റെ അടിയിൽ മടലായിട്ട് ഇവിടെ കളിയാണ്. നമ്മൾ കുറച്ച് പേര് കളി ഇറങ്ങി പോകും, കുറച്ച് പേര് ഇവിടെ ക്രിക്കറ്റ് കളി. അത് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്.
പിന്നെ അതുപോലെ വെളിയിലുള്ള ക്രിക്കറ്റ് കളി. പിന്നെ കുറച്ചും കൂടെ പഴയതിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ബസ് ഓടിപ്പാണ് എൻ്റെ മനസ്സിലുള്ളത്. വിമൽ നമ്മൾ കുറച്ച് സ്ഥലം അവിടെ ഇപ്പം എല്ലാം മാറി, ആ സ്ഥലമെല്ലാം മാറി. അവിടെ എല്ലാം ബസ് ഓടിക്കുന്ന സ്ഥലമാണ്. ഏറ്റവും സ്പീഡിന് ഓടുന്നത് നമ്മളെ വിമൽ തന്നെയാണ്. വിമലിൻ്റെ ബസ്സാണ് ഏറ്റവും സ്പീഡിന് പോകുന്നത്. ജനത എല്ലാവരും ഓർമ്മിക്കുന്ന ഒരു സംഭവം. പിന്നെ വേറെ സംഭവം, പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓർക്കുമ്പോൾ കോമഡി ആണെങ്കിലും ഒരു അടി കിട്ടിയ സംഭവം, ബാലേന്ദ്രൻ ഒരു അടി കിട്ടിയ സംഭവം, അത് നല്ല, അത് അവന് വേദനിച്ചെങ്കിലും ബാക്കിയുള്ളവർക്ക് ചിരിയായിട്ട് തോന്നും. ഒരു ഇതുപോലെ ഉച്ച കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെയൊക്കെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഗുരുദാസ് സാർ മേളിൽ നിന്ന്, താഴത്തെ ക്ലാസ്സാണ്, മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നത്. എല്ലാവരും കണ്ട് എല്ലാവരും ഓടി ഇതിനകത്ത് കയറി. ഞാനിങ്ങനെ നോക്കുമ്പോൾ സാറ് വരുന്നുണ്ട്, ഓടി വന്നിരുന്നു. ബാലേന്ദ്രന് ഓടാനുള്ള സമയം കിട്ടിയില്ല, ഓടി അപ്പുറത്തെ ക്ലാസ്സിൽ കയറി. അപ്പുറത്തെ ക്ലാസ്സിൽ കയറിയിട്ട് പുള്ളിക്കാരൻ കഥവിൻ്റെ ബേക്കിൽ കയറിയിരുന്നു. സാറൊന്നും പറയാം, സാറ് നേരെ ആ ക്ലാസ്സിൽ തന്നെ ചെന്ന് കയറിയപ്പോൾ ഒരാൾ ബേക്കിൽ തന്നെ കയറി. കമ്പൊന്നും എടുക്കാൻ നിന്നില്ല. അപ്പം നമ്മളെല്ലാം ക്ലാസ്സിൽ കയറി ബാലേന്ദ്രൻ അടി കിട്ടുന്നത് ഇങ്ങനെ DTS ആയിട്ട് ഇങ്ങനെ എല്ലാവരും മിണ്ടാതെ ഇങ്ങനെ ചെവി ഓർത്തിരിക്കുക. അപ്പോൾ അടിയുടെ സൗണ്ട് ഫ്ലിക്ചന ഒരു സൗണ്ട് കേട്ടു. പിന്നെ നോക്കുമ്പോൾ ജനലിൽ നോക്കുമ്പോൾ ആളെ ഇങ്ങനെ വരുന്നു. നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചത് വളരെയധികം സന്തോഷമായി കരുതുന്നു. ഈ 20 വർഷത്തിന് ശേഷം എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ സ്കൂൾ ജീവിതത്തെ മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മകൾ വീണ്ടും പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്ത ഷമീറിനും ശ്രീരാജ്, എല്ലാവർക്കും എൻ്റെ നന്ദി. ഫ്രണ്ട്സ്, ഹായ്. ആദ്യം ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞ പോലെ, ശ്യാം പറഞ്ഞ പോലെ, ഇത് കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു 20 വർഷത്തിന് ശേഷം ഈ ഓർമ്മ കൊണ്ടുവന്ന ഒരു ബേസ്മെൻ്റ് ഉണ്ടാക്കി എല്ലാവരെയും ഒരു ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം ഇനി എനിക്കതിന് മുമ്പോട്ടുള്ള യാത്രയിൽ നമുക്കിതിനെ കുറച്ചുകൂടെ ഒന്ന് ഉയർത്തി കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ സ്ട്രെങ്ത്, എത്രത്തോളം സ്ട്രെങ്ത് കിട്ടുമോ ദാറ്റ്സ് ഗെറ്റിംഗ് ബെറ്റർ. സോ ആ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് പോയാൽ കൊള്ളാമെന്ന് തോന്നുന്നു. പിന്നെ ഓർമ്മകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 2nd സ്റ്റാൻഡേർഡ് മുതൽ ഉള്ള ഓർമ്മയുണ്ട്. 2nd സ്റ്റാൻഡേർഡിൽ വന്നപ്പോൾ ആദ്യം വന്നത് എനിക്ക് ബോർഡിങ്ങിലായിരുന്നു ഒരു വർഷം. അപ്പോൾ ബാലേന്ദ്രനായിരുന്നു അപ്പോഴത്തെ ഫ്രണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 3rd ആയപ്പോൾ പിന്നെ സ്കൂളിലോട്ട് വന്നു. അപ്പോൾ ഉള്ള ടീച്ചർ മറ്റേ നമ്മുടെ മറിയൻ ടീച്ചറുണ്ട്, ഫിലിപ്സ് ടീച്ചർ, പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സിൻ്റെ ഓർമ്മ തന്നെ കുറേ ഉണ്ട്. പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ പറഞ്ഞ പോലെ ഓരോ ഗ്രൂപ്പായിരുന്നു. ഓരോ 7th വരുമ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ്, പ്രസാദ്, ഗിരീന്ദ്രൻ, അങ്ങനെ ഒരു, അത് കഴിഞ്ഞ് പിന്നെ വിമൽ, പിന്നെ ഞാൻ, പിന്നെ അങ്ങനെ ഒരു ഗ്രൂപ്പ്, പിന്നെ ഷേൺ, അങ്ങനെ. പിന്നെ സ്കൂൾ ജീവിതം പറയുമ്പോൾ കൂടുതലും ഗെയിംസാണ് പഠിത്തത്തെക്കാളും കൂടുതൽ ഓർമ്മ വരുന്നത്. അതിൽ മെയിനായിട്ടുള്ളത് ബസ് തന്നെയാണ്. ബസ് ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ട്, ബസ്സിൻ്റെ ഒരു ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ മാവിൻ്റെ മൂടാണ് ആറ്റിങ്ങൽ ജംഗ്ഷൻ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോണത്. പിന്നെ അപ്പോൾ അതിലന്ന് ഏറ്റവും സ്പീഡ് അത് തന്നെയാണ്, ജനത തന്നെയാണ്. വിമലിൻ്റെ ജനത തന്നെയാണ് ഭയങ്കര സ്പീഡ്. പിന്നെ കുറച്ച് മാസമൊക്കെ സ്കൂൾ എൻ്റെ കാറായപ്പോൾ സുജിത്തൊക്കെ ബസ്സൊക്കെ ഇറക്കി തുടങ്ങി. എല്ലാവരും അങ്ങനെ ഒരുപാട് പേര് ഇതിലോട്ട് വന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ചൊരു ക്രിക്കറ്റിൻ്റെ ലോകത്തായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടെ ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നു. അപ്പം പിന്നെ സോക്സ് ബോളിൻ്റെ ഉപജ്ഞാതാവ് വിമലിന് മിസ്സിങ് ലോട്ട്. പിന്നെ പ്രവീൺ, ശ്രീകാന്ത്, അത് ഒരു ടീമുണ്ട്. പിന്നെ 10th ഒക്കെ ആയപ്പോൾ കുറച്ച് ഇവിടെയൊക്കെ വ്യത്യാസം വന്നു. 10th 9th ഒക്കെ ആയപ്പോൾ നമ്മൾ പിന്നെ ആ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ പാരൽ കോളേജിൻ്റെ ആ ഒരു ട്യൂട്ടോറിയലായിട്ടുള്ള ജീവിതം. അപ്പോൾ പിന്നെ അതൊരു ഗ്രൂപ്പായി, അതിലോട്ട് പോകുന്ന കുറച്ച് ഗ്രൂപ്പ് സ്റ്റുഡൻസ്, സമീർ, അത് അങ്ങനെ. പിന്നെ 10th വെച്ചിന് ഒരുപാട്, ഇപ്പോൾ സമീർ നേരത്തെ പറഞ്ഞ പോലെ ആക്ടിവിറ്റീസ് ലൈക്ക് നാടകം, പാമ്പ് നാടകം, അതായത് ബിജുമോൻ, റൈറ്റ്, ബിജുമേനും നല്ല ബിജുമോനും ഷിറോസിൻ്റെ നാടകവും അത് ഇതൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ടാബ്ലോ നടത്തിയിരുന്നു. അതിൽ ആദ്യമായിട്ട് സ്കൂളിൽ നിന്ന് എനിക്കൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചെന്ന് ഷിറോസാണ്. ഓർമ്മയുണ്ടായിരുന്നു, ഒരു കാശ്മീർ ടെററിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ്ലോ അവതരിപ്പിച്ചായിരുന്നു. അതിനൊരു 2nd കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓർമ്മ വെച്ചാൽ അങ്ങനെ, അപ്പോൾ അങ്ങനെ നാടകം, മാപ്പിളപ്പാട്ട്, അങ്ങനെ കുറച്ച് ഗ്രൂപ്പായത് അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന പോലെ അന്നത്തെ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഷമീർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു, പ്രണയം, സ്കൂൾ, അത് ഇതൊക്കെ പറഞ്ഞു. അതൊക്കെ അന്ന് ആക്ച്വലി വേർതിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഷമീർ ഇപ്പോൾ അതിനെ പറയുമ്പോൾ നമ്മളൊരു 3rd പാർട്ടി ആയിരുന്നു നോക്കിയപ്പം
എന്തോ നോക്കുമ്പം അതൊക്കെ ആക്ച്വലി ഇപ്പം തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ വളരെ ഒരുപാട് പ്രായമായിപ്പോയി എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം 10th അത് കഴിഞ്ഞിട്ട് കോളേജ് ഡേയ്സ് അതൊക്കെ കഴിഞ്ഞ് ഡിഗ്രീസൊക്കെ വന്നപ്പം ഡിഗ്രി അതിൻ്റെ മുകളിലൊക്കെ വന്നപ്പം ഇങ്ങനെ ഏജ് കൂടി ഇപ്പം മക്കളൊക്കെ ആയപ്പോൾ നമ്മുടെ ഒരു മനസ്സിലുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഏജായി പോയിരുന്നു. അപ്പോഴാണ് വിനോദിൻ്റെയും അവരുടെയും കോൾ വന്നിട്ട് ഇങ്ങനെ നമ്മളൊരു ഗെറ്റ് ടുഗദർ വരെയാണ് വീണ്ടും സ്കൂളിലോട്ട് വരെയാണ്. അപ്പോൾ വീണ്ടും ഈ പറഞ്ഞതുപോലെ കാണാനും രൂപത്തിലൊക്കെ മനസ്സിലായി പെട്ടെന്ന് എനർജി വന്ന് നമ്മളൊരു ഒന്ന് നിൽക്കുമ്പോൾ പൊടി മീശയും ഇതൊക്കെ വെച്ച് നിൽക്കുന്ന ആ ഒരു നിക്കറൊക്കെ എത്ര ഉള്ളൊരു സാധനമൊക്കെ ഇട്ട് ബെൽറ്റൊക്കെ കെട്ടി ആ ഒരു രൂപത്തിലോട്ട് മനസ്സെത്തി, മീൻ കാണാനെത്തിയില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അതൊരു പിന്നെ ഇതുപോലെ എല്ലാവരെയും വീണ്ടും കാണാൻ പറ്റിയതിൽ വളരെ ഒരു ടച്ചിങ്, റിയലി ഷമീർ പറഞ്ഞ പോലെ ഒരു ടച്ചിങ് മൂഡുണ്ട്. എനിവേ ഇനിയും ഫേസും ഇതൊന്നും ഓർമ്മയില്ലെങ്കിലും ഇപ്പോൾ ഒരാളുടെ ഒരു അന്ന് ചെയ്ത പ്രവൃത്തി ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുമ്പം ആണ് പെട്ടെന്ന് ഓർമ്മ വരണം. അല്ലാതെ നമ്മളിപ്പം സഞ്ജു എന്ന് പറയുമ്പം ഈ ഒരു രൂപത്തിൽ സഞ്ജുവിനെ നമുക്ക് ഒരു ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് സഞ്ജു അന്ന് കാണിച്ച ഓരോ ഗോഷ്ഠികൾ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരും. എന്തെന്ന് പറഞ്ഞിങ്ങനെ ഉടക്കാൻ വരുന്ന രൂപം അതെ. അതുപോലെ ഷിറോസിൻ്റെ ഇങ്ങനെ പിടുത്തം, അത് പിന്നെ എന്താ പറയുക, പിന്നെ അങ്ങനെ ഓരോരുത്തരുടെ ഓരോ പ്രവൃത്തികൾ പിന്നെ